തിരുവാതിരയായിട്ട് കൂവപ്പായസം ഇല്ലാതെ എന്ത് തിരുവാതിര അല്ലേ. അപ്പോൾ അതേ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ച പൊടിയാണ് കൂവപ്പൊടി. നമുക്ക് ആവശ്യത്തിന് ഉള്ളത് മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചൊന്ന് നല്ല കട്ടയൊക്കെ ഉടച്ച് ഒന്ന് ഇളക്കി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അല്ലേ. നമുക്കപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ പൊടി നല്ലപോലെ ഊറി വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഈ വെള്ളം നമുക്ക് എടുത്ത് കളയാം കേട്ടോ. ഇത് കരടും പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നൈസായ ഒരു തുണിയിലോ അരിപ്പയിലോ വെച്ച് നമുക്ക് പൊടി ഒന്നും കൂടെ വെള്ളത്തിൽ കലക്കിയെടുത്ത് വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ കട്ടിയാവും കേട്ടോ പെട്ടെന്ന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വെള്ളം ഒഴിച്ച് കലക്കി അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഏലക്കായ പൊടിച്ചതും കുറച്ചധികം തന്നെ തേങ്ങ ചിരവിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നമുക്ക് അധികം മൂക്കാത്ത തേങ്ങയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കി ഒഴിക്കുകയാണേ. കല്ലും വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ നല്ല പോലെ ഉരുക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കലക്കി കഴിയുമ്പോൾ വീണ്ടും അത് നമ്മൾ അടിയിൽ കട്ടിയായിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഇളക്കി നമുക്ക് വീണ്ടും കട്ടിയാവുന്നതിൻ്റെ മുമ്പ് നമുക്ക് വേഗം ഇളക്കി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേണ്ട പെട്ടെന്ന് ഇളക്കി വേഗം നമുക്ക് അടുപ്പിൽ കയറ്റി കൂവപ്പായസം റെഡിയാക്കി എടുക്കാം കേട്ടോ. അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കാൻ ശ്രദ്ധിക്കണേ. പെട്ടെന്ന് അടി പിടിക്കുന്നതുകൊണ്ട് അവിടെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൈവിടാതെ തന്നെ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന രീതിയിൽ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് കൂവപ്പായസം ഈ രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടും. ആവശ്യത്തിന് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നന്നായി വേവിച്ച് കുറുക്കിയെടുത്ത നമ്മൾ തിരുവാതിര സ്പെഷ്യൽ കൂവപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.